ഓക്കെ, അപ്പൊ ആരും കണ്ണുരുട്ടാതെ ഒരു സ്നേഹത്തോടു കൂടി ഒന്ന് നോക്കിയാൽ മതി. എല്ലാ ആളുകളും വളരെ സന്തോഷത്തോടു കൂടി ഹാപ്പി ആയിട്ടിരിക്കാൻ. എല്ലാ ആളുകളും എന്ത് ചെയ്യാന്നറിയോ? ഒന്ന് ശ്വാസം എടുത്തിട്ട് വിട്ടെ. കുറെ കാര്യങ്ങൾ ചെയ്തു, മരിച്ചു പോകുമെന്നുള്ളൊരു ചിന്ത പോലും ഇല്ലാതെയാണ് ഇത്രയും നേരം നമ്മൾ എന്ത് ചെയ്തത്? ജീവിച്ചത് അല്ലെ? ഒരു നിമിഷം മതി, എക്കിട്ടാ പോവും, ഇത്രയേ ഉള്ളൂ. ഇതിലും വലിയ പാട്ടക്കെട്ടുമായിട്ട് നമ്മൾ ഇങ്ങനെ ജീവിക്കാണ്. രാവിലെ മുതൽ തുടങ്ങും അല്ലെ? ഉറങ്ങുന്ന സമയത്ത് ഒരു സമാധാനം, ഒന്നും ചിന്തിക്കാനില്ല, ഒന്നും പറയാനില്ല, ഒരു ടെൻഷനും ഇല്ല. അല്ലേ മെച്ചിയെ? ഒരു ടെൻഷനും ഇല്ല. പക്ഷെ അത് കഴിഞ്ഞാൽ അങ്ങോട്ട് തുടങ്ങും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ. ശ്വാസം എടുക്കാന്ന് പറയുന്നത് എന്തിനാന്നറിയാം? എപ്പോഴും ടെൻഷൻ 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 അല്ലെ? നമ്മളൊക്കെ പറയുന്ന വേർഡുകളല്ലേ അല്ലെ? ടെൻഷനാണ്. വല്ലാത്തൊരു ഒരു സുഖമില്ല മനസ്സിന്. എത്ര തക്കാളി കൊണ്ട് തന്നാലും, ഉള്ളി കൊണ്ട് തന്നാലും, വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും കൊണ്ട് തന്നാലും അവസാനം ഒരു നല്ലൊരു വാക്കൊന്നും പറയാൻ നമുക്ക് ആവുന്നില്ല. ഇതിനൊക്കെ കാരണം ഇവിടുന്ന് പഠിച്ചിട്ട് ഈ പടി ഇങ്ങോട്ട് ഇറങ്ങുമ്പേ, ഈ മൊയ്യല്ലണം എന്ന് പറഞ്ഞു വരുമ്പോലെ ഈ പടി ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് റോഡുമ്പിലേക്ക് എത്തുമ്പോ നമ്മളൊക്കെ ഒരു മാറ്റം വരും. റെഡിയാണോ? അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കണം. ചെവിട്ട് ഭർത്താക്കന്മാര് പറയുമ്പോ ഇതിലൂടെ കെട്ടി ഇതിലൂടെ പോകുന്നില്ലേ? അതല്ല, ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സംസാരിക്കും. ഈ സങ്കടം ലൈഫിനൊരു വരയായിട്ട്, ഈ ഒരു കമ്പി കണ്ടോ? അല്ല, കമ്പി ഉണ്ട് ഇവിടെ, കമ്പി ഒരു വരയായിട്ട് ഏന്തി നോക്കണ്ട. ഈ ഒരു കമ്പിയായിട്ട് ജീവിതത്തിനെ കാണുന്ന ദുഃഖങ്ങളും കഷ്ടപ്പാടും പ്രശ്നങ്ങളും, അതുപോലെ തന്നെ വേവലാതിയും ബേജാറും ഭർത്താവിന്റെ ചീത്തയും പിണക്കവും എല്ലാം ഏതിലാണ്? ഈ വരയുടെ താഴെ. നമ്മൾ എപ്പോഴും ഇപ്പോൾ നിങ്ങളൊക്കെ ചിന്തിച്ച് നോക്കുക, നിങ്ങളിപ്പം വരന്റെ മുകളിലാണോ താഴെയാണോ? എപ്പോഴും ഹാപ്പിയാണോ? ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കൂടുതലും ചെറിയ ചെറിയ പ്രശ്നങ്ങളാണോ, അല്ലെങ്കിൽ കൂടുതലും സന്തോഷമാണോ? സന്തോഷം അങ്ങനെയാണോ? രണ്ടും ഉണ്ട്. അതിൽ കൂടുതൽ ഏതാ? രണ്ടും ഉണ്ടാവും. അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മൾക്ക് സന്തോഷം ഉണ്ടാവുക. മനസ്സിലായോ? വരന്റെ താഴോട്ട് പോകുമ്പോ നമ്മൾക്ക് സങ്കടം എന്ന് പറയുന്നത്, നമ്മളൊരു ചളിയിൽ നമ്മൾ കാല് കുത്തിപ്പോയാൽ കുറെ നേരം ചളിയിൽ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? ആ ചളി വീണ്ടും വീണ്ടും ആഴത്തിലേക്ക് കാലിറങ്ങിപ്പോകും, ഉണ്ടല്ലേ? അങ്ങനെ നമ്മൾ സങ്കടം തന്നെ ആയാൽ നമ്മൾ ഡിപ്രഷനാവും, മാനസിക രോഗികളാവും, എപ്പോഴും കുറ്റം പറയുന്ന ആളുകളാവും, എന്ത് ചെയ്താലും ഒരു സന്തോഷവും കിട്ടാത്ത ആളുകളാവും. ഇങ്ങനെയല്ല നമ്മൾ ജീവിക്കേണ്ടത്. എങ്ങനെയാ ജീവിക്കേണ്ടത്? ചളിയിലാണ് നമ്മൾ വീണ് കിടക്കുന്നത് എന്ന് നമുക്ക് തോന്നണം. ഈ വരയുടെ മുകളിലാണ് സന്തോഷം. ഇങ്ങനെ നോക്കുക, കമ്പിയാണോ? അപ്പോ മനസ്സിന്റെ മുകളിൽ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, നമ്മളെ സന്തോഷം എന്ന് പറയുന്നത് ഒരു വരക്ക് മുകളിലാണ്. ആ വരക്ക് മുകളിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം. അപ്പൊ സങ്കടാണെങ്കിൽ പെട്ടെന്ന് കയറണം മുകളിലോട്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിൽ നിൽക്കൂല. കദീസെ, നിന്നോട് മാത്രട്ടോ ഞാൻ പറയുന്നത്, വേറൊരാളോടും പറയുന്നില്ല. മൈമൂനെയും വിളിച്ച് അങ്ങനെ തന്നെ പറയും, രാവിലെ തന്നെ സൈനബനെയും വിളിച്ചു പറയൂ, എല്ലാരെയും വിളിച്ചു പറയൂ, ആകാശവാണിയൊക്കെ ആവുന്നു അല്ലേ? ഒരു കാര്യം മനസ്സിലൊന്നും നിൽക്കൂല. സങ്കടം വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ടെൻഷനൊക്കെ വരുന്ന സമയത്ത് ഒന്നെന്താണ്? ടെൻഷനൊക്കെ അകറ്റാൻ ഒരു സൂറത്ത് ഇങ്ങനെ ഓതാറുണ്ട്. ഏതാന്നറിയോ? ഞാൻ ഓതാറുണ്ട്, എനിക്കല്ല പവർ ഉണ്ട്. ഏതാ? അല്ലേ? ഈ സൂറത്ത് ഭയങ്കര ഹാപ്പിനെസ് കയറുന്നതാണ്. സ്പിരിച്വൽ അല്ലെ? നമ്മൾ ആത്മീയതയിലേക്ക് പോകുമ്പോ ഏറ്റവും നല്ല പവർ വരുന്ന ഒരു സൂറത്താണ്. ഏത് ടെൻഷൻ വരുമ്പോ അല്ലെ? അത് വളരെ പവറാണ്. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, ഒരു അമുസ്ലിം അത് പഠിച്ചിട്ട് ഓതി. അത് ഓതിയപ്പം അതിനും ഭയങ്കര മാറ്റം അവർക്കുണ്ട്. മനസ്സിലായോ? കാരുണ്യം കൊടുക്കുമ്പോ അല്ലാഹു എങ്ങനെ കൊടുക്കാം? സുലൈമാൻ ഇങ്ങോട്ട് വാ, നിനക്കാണ് കാരുണ്യം, അങ്ങനെ കൊടുക്കോ? എല്ലാരും കൂടിയും കൊടുക്കും അല്ലേ? കഷ്ടപ്പാട് കൊടുക്കുമ്പോ, ഒരു നാടിന് കൊടുക്കുമ്പോ ഉരുളൊക്കെ പൊട്ടിയിട്ട് ആ നാട്ടിലുള്ള നല്ല മനുഷ്യരും മോശം മനുഷ്യരും ഒക്കെ പോകും അല്ലെ? ഉണ്ട്.
ഇത് ഓതുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യം. രണ്ടാമത്തതോ ശ്വാസം എടുക്കുക, അറിഞ്ഞുകൊണ്ട് ശ്വാസം എടുക്കുക. 5 ബ്രീത്ത് ടെക്നോളജി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. 5 ബ്രീത്ത്, 5 ആൻഡ് ബ്രീത്ത് എന്താണെന്നറിയോ? അപ്പൊ 5 ആൻഡ് ബ്രീത്ത് എന്ന് പറയുന്നത് ശ്വാസം എടുക്കുന്ന സമയത്ത് 5 വരെ എണ്ണണം. എന്നെ ശ്രദ്ധിച്ചോളിട്ടോ, നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും. ശ്വാസം എടുക്കുന്ന സമയത്ത് 5 വരെ മനസ്സിലെണ്ണം. ശ്വാസം ഹോൾഡ് ചെയ്യും അല്ലെ? ശ്വാസം ഹോൾഡ് ചെയ്യുന്ന സമയത്ത് മനസ്സിൽ 5 വരെ എണ്ണണം. ശ്വാസം പുറത്തേക്ക് വിടും. പുറത്തേക്ക് വിടുന്ന സമയത്ത് എന്ത് ചെയ്യണം? 5 വരെ എണ്ണണം. ടെൻഷൻ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം ഏതാണ്? 5 വരെ എണ്ണുന്നു, ശ്വാസം എടുക്കും. എല്ലാ ആളുകളും കണ്ണടച്ചേ. റെഡി? 1 2 3 സ്റ്റാർട്ട്. കണ്ണടച്ചോളൂ അഭിജി. അതന്നെ, കണ്ണുകൾ അടിച്ചിട്ട് റെഡി 1 2 3 സ്റ്റാർട്ട്. ശ്വാസം ദീർഘശ്വാസം വലിക്കട്ടെ. ഹോൾഡ്, ഔട്ട്. ഈ ശ്വാസം എടുക്കുമ്പോ നമ്മളായിട്ട് മാറും. നമ്മൾ ഒറ്റക്കാവും. നമ്മളിങ്ങനെ ചിന്തിക്കും, വളരെ പോസിറ്റീവ് ആവും. മൈൻഡിലൊന്നും ടെൻഷൻ ഉണ്ടാവില്ല. ഇപ്പം തന്നെ മൈൻഡിലുള്ള കുറെ കാര്യങ്ങളൊക്കെ പോകും. അറിഞ്ഞുകൊണ്ട് ചെയ്യണം കേട്ടോ, അറിഞ്ഞുകൊണ്ട് ചെയ്യണം. ഇയാളിപ്പോ എന്താണ് ഇപ്പൊ കണ്ണുമ്മീറ്റിന്റെ വട ഊരിക്കൊണ്ടോന്നൊക്കെ വിചാരിച്ചാൽ അതിലൊന്നും മാറ്റം ഉണ്ടാവില്ല. മനസ്സിലായോ? കണ്ണൊക്കെ ചുംബിച്ച് അപ്പം അതൊന്നുമില്ല. നല്ല മനസ്സ്, പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് മാറ്റം ഉണ്ടാവും. 100% മാറ്റം ഉണ്ടാവും. ഇനി കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ സംസാരിക്കും. നിങ്ങൾക്ക് സമയം തരാറുണ്ടോ ഭർത്താക്കന്മാര്? ഉണ്ട്, നല്ല സമയം തരാറുണ്ട്. ഫോണൊന്നും എടുക്കൂല. ഫോണിലൊന്നും കൂടുതൽ കളിക്കാതെ മക്കളോട് സംസാരിക്കുന്നേ, മക്കൾ അടുത്തിരിക്കുന്നേ, ഭർത്താവും ഭാര്യയും ഒരുമിച്ചിരിക്കുന്നേ, മക്കളോട് കൂട്ടിപ്പിടിച്ചിരിക്കുന്നേ, ഒരുപാട് ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം. ഒരു 21 സെക്കൻഡ് ഈ 7 ദിവസത്തിന്റെ ഇടയില് നിങ്ങൾ ആണുങ്ങളോട് ചോദിക്കട്ടെ, 7 ദിവസത്തിന്റെ ഇടയില് ഒരു 21 സെക്കൻഡ് ടം ടം ടം, അതാ സെക്കൻഡ്. ഈ സെക്കൻഡുകൾ 21 സെക്കൻഡ് ഭാര്യന്റെ കണ്ണിലേക്ക് നോക്കിയ ആൾക്കാർ എത്ര ആളുണ്ട്? ഭാര്യയും കണ്ടിട്ടുണ്ടല്ലോ. ഭാര്യ ഒരിതുമില്ല. ഭർത്താവിന്റെ കണ്ണിലേക്ക് 21 സെക്കൻഡ് നോക്കി നിന്ന ആൾക്കാർ ഇവിടെ കൈവക്കോ? ഒരാളോ? ഒറ്റാള്. ഒരു 21 സെക്കൻഡ്. എങ്ങോട്ടാ നോക്കല്? സംസാരിക്കുമ്പം എങ്ങോട്ട് നോക്കാറ്? എങ്ങോട്ടാ നോക്കുക? ഭർത്താവിനോട് സംസാരിക്കുമ്പോ എങ്ങോട്ടാ നോക്കുക? മുഖത്തേക്കാ നോക്കുക? ഒരാളോട് സംസാരിക്കാൻ കണ്ടോളിയാ, ഫോൺ അവിടെ വെച്ചോളി. ഞാനിപ്പോ മുനീർ ഭായിനെ കണ്ട് മുനീർ ഭായിക്ക് ഞാൻ ഷെയ്ക്കാൻഡ് കൊടുത്തു അല്ലെ? ഷെയ്ക്കാൻഡ് കൊടുത്തു. എങ്ങനെയൊക്കെ കൊടുക്കാം? ഇങ്ങനെ കൊടുക്കാം. ഇന്ത്യയിൽ മുതലുണ്ട്, വയറ് കുമ്പയാണ് എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ കൊടുക്കാം. എങ്ങനെ ഉണ്ടാവും? ആളുകൾക്ക് ഇഷ്ടാവോ? ഇഷ്ടാവൂല. ഇങ്ങനെ കൊടുത്താലോ? ഇഷ്ടാവോ? ഇഷ്ടാവും. മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? താവണം. വേണ്ടേ? എല്ലാ മനുഷ്യരുടെ മുമ്പിലും താവണം. പിന്നെ എന്താണ് ഭർത്താവിന്റെ മുമ്പിൽ താവാൻ ഒരു മടി? രാവിലെ മെല്ലെ 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 തുടങ്ങണം. രാവിലെ എഴുന്നേറ്റാൽ തന്നെ ശബ്ദം. എന്റെ ഉമ്മനെയൊക്കെ ഞാൻ ഇപ്പൊ ശരിയാക്കിയതാ. രാവിലെ എഴുന്നേറ്റാൽ ഭയങ്കര ശബ്ദമിടും. അത് നമുക്ക് നെഗറ്റീവാണ്. ഇനി മുതൽ, നാളെ മുതൽ രാവിലെ എഴുന്നേറ്റാൽ മിണ്ടരുത്. ഓക്കെ ആണോ? ആയിവ. ഇന്ന് രാവിലെ എഴുന്നേറ്റ ഉടനെ വുളു ചെയ്യുന്ന സമയത്ത് നിസ്കരിക്കുന്നതിന്റെ മുമ്പ് കുളിച്ച ആളുകൾ കൈവെക്കുവോ? കുളിച്ചു എപ്പോഴെങ്കിലും ഇന്ന് കുളിച്ചോലൊന്ന് കൈവക്കി. അതുമില്ലേ? നിങ്ങൾ വിളിച്ചൊക്കെ രാവിലെ കുളിക്കുന്നു. ഇന്ന് തീരെ കുളിച്ചിട്ടില്ല. അല്ല പിന്നെ ഇയാളെ ഇവിടെ വന്നിട്ട് രാവിലെ കുളിക്കാൻ പറയുന്നു. രാവിലെ എഴുന്നേറ്റ ഉടനെ ഞാൻ പറയുന്നത് കേൾക്കോ? നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാണ്.
രാവിലെ എഴുന്നേറ്റ ഉടനെ കുളിക്കണം. ഞാൻ കുളിക്കാറുണ്ട്, എന്റെ വീട്ടിലുള്ള എല്ലാവരും കുളിക്കാറുണ്ട്. രാവിലെ നിസ്കരിക്കുന്നതിന്റെ മുമ്പ് കുളിക്കണം. റെഡി ഉള്ളവര് കൈപൊക്കോ, ഇങ്ങനെ ഇങ്ങനെ. റെഡി ഉള്ളവർ കൈപൊക്കി. യെസ്. എന്റെ കൂടെയുള്ള 11 അമുസ്ലിങ്ങൾ നിസ്കരിക്കാറുണ്ട്. പക്ക മെഡിറ്റേഷനാണ്, പക്ക മെഡിറ്റേഷനാണ്. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമില്ല എങ്കിൽ നിങ്ങൾക്ക് എല്ലാരോടും ദേഷ്യപ്പെടും. ഭർത്താവിനെ മുഖം കാണുമ്പോൾ പോലും 21 സെക്കൻഡ് കണ്ണിൽ മുഖത്തേക്കാൻ നോക്കും. നോക്കാനാവൂല. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ ഉടനെ കുളിച്ചാൽ ബുദ്ധി വർദ്ധിക്കും, ഓർമ്മശക്തി കൂടും, ഏകാഗ്രതയുണ്ടാവും, മനസ്സിന്റെ പോസിറ്റീവ് നിറയ്ക്കും, ഡിപ്രഷൻ കുറയും, കോർട്ടിസോൾ, അഡ്രിനാലിൻ. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലല്ലോ? ഇല്ല. ഡോപ്പമൈൻ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്താണ് ഡോപ്പമൈൻ? പറഞ്ഞോളി, എന്താ ഡോപ്പമൈൻ? യെസ്, ഡോപ്പമൈൻ എന്ന് പറയുന്നത് ഒരു ഹോർമോണാണ്. ഓക്സിറ്റോസിൻ, സെറോട്ടോണിൻ, അതൊന്നും കേൾക്കുന്നില്ല. ഇതൊക്കെ സന്തോഷത്തിന്റെ ഹോർമോണുകളാണ്. കോർട്ടിസോൾ, അഡ്രിനാലിൻ എന്നൊക്കെ പറയുന്നത് സങ്കടം. എപ്പോഴും ടെൻഷനായിട്ട് മരിക്കുന്ന ആളുകൾ, ഒരു ടെൻഷനും ഇല്ലെങ്കിലും പോലും വെറുതെ അടുക്കളയിൽ ഇരുന്നിട്ട് എന്തോ ഉണ്ടല്ലോ ടെൻഷന്, ഉണ്ട്. ഓ എത്രയോ മുമ്പത്തെ കാര്യങ്ങളൊക്കെ തലച്ചോറിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരും. എന്നിട്ട് കണ്ണൊക്കെ നിറയും, മൊത്തം ടെൻഷനാണ്. ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമപ്പെടും. ഷുഗർ ഉണ്ടാവും, പ്രഷർ ഉണ്ടാവും, കൊളസ്ട്രോൾ ഉണ്ടാവും, വേദന ഉണ്ടാവും, ഉറക്കം തൂങ്ങും, ഒക്കെ ഉണ്ടാവും. ഇങ്ങനാണോ ജീവിക്കണ്ടേ? ആണോ? ടെൻഷൻ അടിച്ചിങ്ങനെ മരിക്കണോ? വേണ്ടല്ലോ. മരിക്കുമ്പോ അങ്ങ് മരിച്ചാ പോരെ. അല്ല, ജീവിച്ചിരിക്കുമ്പോ മരണപ്പെടരുത്. ജീവിച്ചിരിക്കുമ്പോൾ മരണപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ കുറെ കാര്യങ്ങൾ, നമ്മൾ ജീവിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കണം. എന്തോ ഞാൻ ജനിച്ചു പോയി, ഇമ്മ വെച്ചിട്ടല്ലേ, ഇങ്ങനെ അങ്ങ് പോകുന്നു. ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല. ജീവിക്കുന്ന പോലെ നമ്മൾ ജീവിക്കണം. വേണ്ടേ? ഞാൻ രാവിലെ മുതൽ തുടങ്ങാണ്. എനിക്ക് 2 ദിവസം ക്ലാസ് എടുത്താലും തീരാത്ത വിഷയമാണത്. പക്ഷെ ഞാൻ വേഗം പോവില്ലേ. ഏതെങ്കിലും ഒരു വഖഫിൽ എത്തിച്ചിട്ട് നിങ്ങൾ മാറണം, കുളിക്കൂല എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വേഗം പോകും, കുളിക്കണം. ഓക്കെ. അപ്പോ ഞാൻ പറയുന്നൊരു കാര്യം, രാവിലെ നേരത്തെ എഴുന്നേറ്റ് വുളു എടുക്കാൻ പോകുന്ന സമയത്ത് കുളിച്ച് കയറുന്നോ, നിങ്ങൾ 2 ദിവസം അല്ലെ 3 ദിവസം അങ്ങനെ ചെയ്തു നോക്കിയേ. എന്താണെന്നറിയാം, പുറമെ നമ്മൾ കുളിക്കുന്നുണ്ട് അല്ലെ, പുറമെ നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മളൊന്ന് ഓണാവുന്നുണ്ട്, നല്ല സോപ്പ് തേക്കുന്നുണ്ട്, നല്ല കോട്ടും വസ്ത്രങ്ങളും നല്ല ഡ്രസ്സിംഗ് ഒക്കെ ഇട്ട് ആളുകളുടെ മുമ്പിൽ വളരെ ഉഷാറായിട്ട് നമ്മൾ ഇങ്ങനെ നിൽക്കാറുണ്ട് അല്ലേ? അതെല്ലാ ദിവസവും നിങ്ങൾ കുളിക്കുന്നില്ലേ? കുളിക്കുന്നത് കൊണ്ട് നിങ്ങൾ അടിപൊളിയായിട്ട് ആർക്കും മണക്കുന്നില്ല ഇല്ല. പക്ഷേ ഒരു മണക്കൽ എവിടെയുണ്ട്? ഇന്റേണൽ ബാത്ത് എന്ന് പറഞ്ഞ ഒരു കുളിയുണ്ട്. മനുഷ്യർ കുളിക്കേണ്ട കുളിയാ. അതെന്ത് കുളിയാ? വെള്ളം കൊണ്ടല്ല, മനസ്സുകൊണ്ടാണ്. മനസ്സുകൊണ്ട് കുളിക്കണം. വെള്ളം കൊണ്ട് കുളിക്കുന്ന പുറമെ മനസ്സുകൊണ്ട് കുളിക്കണം. എപ്പോൾ? രാവിലെ തന്നെ മനസ്സുകൊണ്ട് കുളിക്കണം. മനസ്സുകൊണ്ട് കുളിക്കുന്നതിന്റെ പേരാണെന്ത്? മെഡിറ്റേഷൻ. രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്നു, കുളിച്ചതിന് ശേഷം മെഡിറ്റേഷൻ ചെയ്യുന്നു. മെഡിറ്റേഷനിലൂടെയാണ് എല്ലാ കാര്യങ്ങളും ഒലിച്ചിറങ്ങാം. ഞാനിപ്പം ഇയാളെങ്ങനെ കണ്ട് ഇയാളോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അങ്ങാടിയിൽ പോകുന്നുണ്ട്, കുടുംബക്കാരോടൊക്കെ കഥ പറയുന്നതൊക്കെ ഉണ്ട്. മനസ്സ് ശുദ്ധിയല്ലെങ്കിൽ, മനസ്സിൽ അസൂയുണ്ടെങ്കിൽ, മനസ്സിൽ വെറുപ്പുണ്ടെങ്കിൽ, മനസ്സിൽ ദേഷ്യം ഉണ്ടെങ്കിൽ, മനസ്സിൽ പക്കാ വിഷാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടെന്ത് കാര്യം ഉണ്ടോ? ഇല്ല. അപ്പൊ കുളിക്കണ്ടേ? വെള്ളം കൊണ്ട് ഒരു ദിവസം കുളിച്ചിട്ടില്ലെങ്കിലും മനസ്സുകൊണ്ട് കുളിക്കുന്നത് ഒഴിവാക്കരുത്. രാവിലെ മെഡിറ്റേഷൻ ചെയ്യണം, വേണം. മെഡിറ്റേഷൻ ചെയ്യൽ എങ്ങനെയാണ്? നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ്, നിസ്കാരം തന്നെ ഒരു മെഡിറ്റേഷൻ ആണ്. നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു? മുറ്റത്തേക്ക് ഇറങ്ങണം. മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു 15 മിനിറ്റ് ആരോടും സംസാരിക്കാതെ ഒരു 15 മിനിറ്റ്. എല്ലാരെയും നന്നാക്കാൻ പോണമെന്നില്ല, നമ്മളങ്ങ് നന്നായാൽ മതി അല്ലേ? വേണ്ടേ? അതും മതി. എല്ലാം അയാള് തൊള്ളടക്കട്ടെ എന്ന് വിചാരിക്കേണ്ട, നമ്മളൊന്ന് വായടച്ചാ മതി. പോരെ മെച്ചിയെ?
മതി മെച്ചി എന്ത് ചിരിയാ. അപ്പോ അപ്പോ ഇതാണ് സംഭവം. മനസ്സിലായോ? മനസ്സിലായോ? രാവിലെ എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്യണം. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് 15 മിനിറ്റ് ഒന്ന് മാറി ഇരുന്നിട്ട് നമ്മൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു, നല്ല തുറന്ന വായു നമ്മളിലേക്ക് സ്വീകരിക്കുന്നു, ഒന്നും മിണ്ടാതെ മെഡിറ്റേഷൻ ചെയ്യുന്നു. ഫ്രഷ് ഒക്കെ ആവുന്ന സമയത്ത് നമ്മൾ ബാത്ത് ചെയ്യുന്നു, കുളിക്കുന്നു, കുളിച്ചിട്ട് വുളു ചെയ്യുന്നു, നിസ്കരിക്കുന്നു, വെള്ളം കുടിക്കുന്നു, പുറത്തേക്ക് ഇറങ്ങുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു. തുടങ്ങി. ആ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് രാവിലെ മുതൽ ഉറങ്ങുന്നത് വരെ നമ്മൾ നമ്മുടെ മനസ്സിനോട് സംസാരിക്കുകയാണ്. ഇന്ന് ഞാൻ ഒരാളോടും ദേഷ്യം പിടിക്കൂല, ഇന്ന് എല്ലാ ആളുകളോടും ഞാൻ പൊരുത്തപ്പെട്ട് കൊടുത്തു, ഇന്ന് ഒരാളോട് എനിക്ക് ദേഷ്യമില്ല, അസൂയയില്ല, വെറുപ്പില്ല എന്നൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ പോസിറ്റീവായിട്ട് അങ്ങോട്ട് ഇറങ്ങാം നമ്മുടെ ജീവിതത്തിലേക്ക്. മനസ്സിലായോ? മനസ്സിലായോ? ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ കുളി അഥവാ എന്ത് കുളി? വെള്ളം കൊണ്ടുള്ള കുളിയും മനസ്സുകൊണ്ടുള്ള കുളിയും ഒരുമിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പവറായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, കുട്ടികളോട് സംസാരിക്കുന്നു. ആ സമയത്ത് കുട്ടികളോട് സംസാരിക്കുമ്പോൾ വളരെ ദേഷ്യപ്പെട്ടൊന്നും സംസാരിക്കൂല. കാരണം എന്താ? നമ്മൾ 2 കുളിയും കഴിഞ്ഞ് വരികയാണ്. 2 കുളിയും കഴിഞ്ഞ് നമ്മൾ വരികയാണ്. എന്ത് കുളി? ഇന്റേണൽ, എക്സ്റ്റേണൽ 2 കുളിയും നമ്മൾ കുളിച്ചു. നമ്മൾ ഹാപ്പിയായി. പിന്നീട് നമ്മൾ പുഞ്ചിരിച്ചുകൊണ്ടാ സംസാരിക്കണം. പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കണം, ചിരിക്കണം, ജീവിതത്തിൽ ചിരിക്കണം. രാവിലെ തന്നെ കണ്ണാടി നോക്കിയിട്ട് ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മളല്ലേ വിചാരിക്കും കണ്ണാടി നോക്കിയിട്ട്, കണ്ണാടിയിൽ നമ്മളല്ലേ കാണോ, ഇങ്ങനെ നോക്കിയിട്ട് ചിരിക്കാം. കോൺഫിഡന്റ് ഉണ്ടാവാൻ, ഏകാഗ്രത ലഭിക്കാൻ ഇതാ രാവിലെ തന്നെ ഇത് ചെയ്യുമ്പോ പവർ വരും. ഞാൻ 1 എന്ന് പറയുമ്പോ ഒരു കൈയുടെ തള്ളവിരൽ ഉയർത്തി, ഒരു കൈയിന്റെ അഥവാ വലത്തെ കൈയിന്റെ തള്ളവിരൽ, ഒരു കൈയിന്റെ ഉയർത്താവും, ഒരു കൈയിന്റെ തള്ളവിരലും ഇടത്തെ കൈയിന്റെ ചെറുവിരലും ഉയർത്തി. വേറൊന്നും ഉയർത്തുന്നില്ല കേട്ടോ, ഇത് മാത്രം ഉയർത്തി. മനസ്സിലായോ? ഒരു കൈയിന്റെ തള്ളവിരലും മറ്റേ കൈയിന്റെ ചിഹ്നവിരലും ഉയർത്തി. 2 എന്ന് പറയുമ്പോൾ ക്ലോസ് ചെയ്യുമ്പോ, ഒരുമിച്ച് ക്ലോസ് ചെയ്യുമ്പോ ഒരുമിച്ച് ഓപ്പോസിറ്റ് ഉയർത്തും. അതെങ്ങനെയാണെന്നറിയോ? ആദ്യം നമ്മൾ വലത്തെ കൈയിന്റെ തള്ളവിരലും ഇടത്തെ കൈയിന്റെ ചെറുവിരലും ഉയർത്തി. ഓക്കെ, 2 എന്ന് പറയുമ്പോൾ അത് ക്ലോസ് ചെയ്തിട്ട് പെട്ടെന്ന് ഇടത്തെ കൈയിന്റെ തള്ളവിരലും വലത്തെ കൈയിന്റെ ചിഹ്നം വിരലും ഉയർത്തണം. ഓക്കെ, നോക്കണേ. 1 അങ്ങനെ കണ്ടോളി. 1 2 1 2 1 2 1 2. ഇതാണ് സംഭവം. രാവിലെ ഞാൻ എളേറ്റിൽ വട്ടോളിയിലെ പള്ളിയിലൊക്കെ ക്ലാസ് എടുത്തപ്പോ ഞാൻ വിചാരിച്ച അവര് നിക്കറില്ല. ഇതാ പരിപാടി മൊല്ലാക്കന്മാരൊക്കെ. 1 2 പള്ളിയിൽ നിന്ന് ഞാൻ രാവിലെ പോയി നോക്കിയപ്പോ ഇത് ഇവിടൊക്കെ ഒരു രാവിലെ ഒരു വ്യായാമത്തിന്റെ ഒരു ക്ലബ് ഉണ്ട്, മെക്സവൻ തന്നെ. സ്ത്രീകൾക്ക് വേറെ യൂണിറ്റ്, ആണുങ്ങൾക്ക് വേറെ യൂണിറ്റ് ഒക്കെ ആയിട്ട്. അതിലൊക്കെ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പഠിപ്പിച്ചു കൊടുക്കുന്ന സാധനങ്ങളാണ്. അപ്പോ റെഡി, എല്ലാവരും കൈവക്കി. ആയിട്ടില്ല. ഇനി ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം കേട്ടോ. വേറൊരു വിരൽ ഉയരാൻ പാടില്ല, എന്നാൽ നിങ്ങളെ ശ്രദ്ധ ഇവിടെ ഉണ്ടാവും. ഓക്കെ, റെഡി? അത് മാത്രം. 2 മറിച്ച് ഏത്? നിങ്ങൾ ഇവിടേക്ക് മുനീർക്ക രണ്ടാളും അനീഫൊക്കെ അവര് അല്ല പിന്നെ വിളവന്മാര്. ഇത് കണ്ടോളിയേ. ഒന്ന് എത്രേ ഉള്ളൂ. ഇതിപ്പോ എന്താണ്? ഐ ലവ് യു എന്നോ? അങ്ങനല്ല, ഇതാ ഇങ്ങനെ. 1 എന്ന് പറയുമ്പോ വലത്തെ കൈയിന്റെ തള്ളവിരൽ, ഇടത്തെ കൈയിന്റെ ചിഹ്നം വിരൽ. 2 എന്ന് പറയുമ്പോ ഓപ്പോസിറ്റ്. അതെ, ഇങ്ങനെ. ഓക്കെ, റെഡി? എല്ലാവരും ചെയ്യണേ. റെഡി? 1 2 3 സ്റ്റാർട്ട്. 1 വിറയ്ക്കുന്നോ? 2 1 2 1 2. റെഡി? 1 2 3 സ്റ്റാർട്ട്. 1 2 1 2 1 2. ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവന്ന് നോക്കി. രാവിലെ ചെയ്യേണ്ടതാ ഇത്. നമ്മളെ വിരൽ തന്നെയാണോ? ഇത് നൂറുന്നില്ലല്ലോ അല്ലേ? ഓക്കെ, ഒന്നുകൂടി. റെഡി? 1 2 3 സ്റ്റാർട്ട്. 1 2 1. ശ്രദ്ധയുണ്ടോ? പിന്നെന്ത് പറയാനാ? നിസ്കരിക്കുമ്പോ എങ്ങോട്ട് പോകാനാ? കൊപ്പരല്ല, അങ്ങ് അകലുള്ള എല്ലാ കണക്കും നമുക്ക് കിട്ടും. റെഡി? 1 2 3 സ്റ്റാർട്ട്. 1
2 1 2 1 2 1 2. എങ്ങനെയുണ്ട്? നല്ലൊരു കയ്യടി വെച്ചോളി. യെസ് യെസ് യെസ്. ഓക്കെ, ഇത് രാവിലെ ചെയ്യണം. എങ്ങനെ ചെയ്യണം? ഇങ്ങനെ ചെയ്യണ്ട. കറക്റ്റ് രാവിലെ നമ്മൾ ചെയ്യുമ്പോ നമ്മളെ ബ്രെയിൻ ഓൺ ആവും. ബ്രെയിൻ ഓൺ ആവും. ഉള്ളില് നമുക്ക് ഹാപ്പിനെസിന്റെ ഹോർമോൺ കയറും. ഹാപ്പിനെസിന്റെ ഹോർമോൺ കയറും. അതുപോലെ തന്നെ ചിരിക്കണം. രാവിലെ ചിരിക്കണം. ഇങ്ങനെ ചിരിയും കുളിയും ഒക്കെ കഴിഞ്ഞിട്ട് വേണം ജീവിതത്തിലേക്ക് കടക്കാൻ. കുറെ ഉണ്ട് പറയാൻ. പെട്ടെന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്തു തീർക്കണം. ഓക്കെ, ഇനി ഞാൻ പറയും പോലെ നിങ്ങളൊക്കെ ശബ്ദം ഉണ്ടാക്കണം. റെഡിയാണോ? ദാ ഇവിടെ എല്ലാവരും കൈമൽ ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ കൈവലിച്ചിട്ട് ഹ എന്ന് പറയും. രണ്ടാമത്തത് ഹഹ എന്ന് പറയും. മൂന്നാമത്തത് ഓരോ വിരൽ ഉയർത്തുമ്പോഴും ഹഹ എന്നുള്ളതിന്റെ എണ്ണം കൂടി വരണം. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. എല്ലാവരും ഒരുമിച്ച് ഹ ഹഹ 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 മതി. എല്ലാരും ചിരിച്ചു. ഇത്രേ ഉള്ളൂ. ചിരിക്കും. എന്റെ എല്ലാ ടെക്നിക്കും ഉണ്ട്. അതൊക്കെ ആയിട്ട് വന്നതാ ആസം കോയക്ക വിളിച്ചപ്പോ. ഓക്കെ, അപ്പോ നിങ്ങൾ ചിരിക്കുകയും കരയും ഒക്കെ ചെയ്യും. വാശി പിടിക്കാതിരിക്കുക എന്നുള്ളതാ. ഇങ്ങനെ എല്ലാ ദിവസവും ഭർത്താവിന്റെ മുമ്പ് നിന്നാവാണെന്നായി ആണ് സംഭവം. രാവിലെ എഴുന്നേറ്റാൽ പവറായിട്ട് നിൽക്കണം. ഓക്കെ, ഇനി ജീവിതം ഇങ്ങനെ പോവാണ്. രാവിലെ കഴിഞ്ഞു, ഉച്ചക്ക് കഴിഞ്ഞു, വൈകുന്നേരം കഴിഞ്ഞു, രാത്രി എത്തുന്നു. വീണ്ടും പറവകളെ പോലെ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നു. ആര്? നമ്മളൊക്കെ അല്ലെ? ആ സമയത്തും ആൽഫ സ്റ്റേജ് ആണ്. ആൽഫ സ്റ്റേജ് അതെന്താണ്? സൂര്യനൊക്കെ അസ്തമിച്ച് 4 വയസ്സുള്ള ഒരു കുട്ടി എങ്ങനെയാണ് ആകുന്നത്, ആ കുട്ടിയെ പോലെ നമ്മൾ മാറുന്ന ഒരു സമയമാണിത്. ഏത്? എങ്ങനെ? വൈകുന്നേരമല്ല, ഉറങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ്. ഉറങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ്. ഈ സമയത്ത് ഭർത്താവിനോട് പിണങ്ങി ഉറങ്ങാൻ പാടില്ല, ഭാര്യനോട് പിണങ്ങി ഉറങ്ങാൻ പാടില്ല, മക്കളോട് പിണങ്ങി ഉറങ്ങാൻ പാടില്ല. ആരോടും ദേഷ്യമില്ലാതെ, നെഗറ്റീവ് ചിന്തിക്കാതെ പോസിറ്റീവ് ചിന്തിച്ചുകൊണ്ട് ഉറങ്ങണം. അതിന്റെ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ മുമ്പേ എന്ത് ചെയ്യണം? നമ്മൾക്ക് ഇപ്പം അടുത്ത് പിറന്ന ഒരു കുഞ്ഞില്ലേ, മാസത്തിലൊക്കെ നമുക്ക് ഇങ്ങനെ മാറ്റും, ഐഫോൺ അങ്ങനെ ഓരോരോ കുഞ്ഞുങ്ങൾ. ഏത് കുഞ്ഞിനെയും നമ്മൾ താരാട്ട് പാടും, നെഞ്ഞത്ത് വെക്കും, ഉമ്മ വെക്കും, ഒക്കെ ചെയ്യും. ഫോണേ അതാണ് കുഞ്ഞ്. എനിക്ക് പുതിയ കുഞ്ഞ് വന്നില്ലല്ലോ കുഞ്ഞെ എന്നാ ഉമ്മച്ചി ചിന്തിച്ചേ. ഓക്കെ, അപ്പോ ഇതാണ് സംഭവം. ഈ കുഞ്ഞിനെ നമ്മൾ എന്ത് ചെയ്യണം? 2 മണിക്കൂർ മുമ്പ് ഉറക്കി കിടത്തണം. എപ്പോഴാണ് ഉറങ്ങാറ്? 11 മണി 12 മണി തലയൊക്കെ കുലുക്കി പറയുന്നു. 12 മണിക്കൊന്നും ഉറങ്ങരുത്. എപ്പോഴാ ഉറങ്ങാറ്? 10 മണി. എപ്പോഴാ ഉറങ്ങാറ്? 10 മണി. 1 മണിയാ? അങ്ങനെ. അപ്പോ ഒരു 10 മണി അല്ലെങ്കിൽ 10:30 ഉറങ്ങുന്ന ആളുകളൊന്ന് കൈപൊക്കിയേ. ഓക്കെ, ഇനി അത് താഴ്ത്തിക്കോളി. 10:30 കഴിഞ്ഞിട്ട് ഉറങ്ങുന്നവരൊന്ന് കൈപൊക്കിയേ. പെട്ടെന്ന് മരിച്ചു പോകും, വേറൊന്നുമില്ല. രോഗങ്ങൾ വരും, ഡിപ്രഷൻ കയറും, ആയുസ് കുറയും, നമ്മളുടെ ഓരോ വ്യവസ്ഥകൾക്കും ശോഷിച്ചു പോവും, ഒക്കെ ചെയ്യും. ഉറക്കം എന്ന് പറയുന്നത് നിർബന്ധമാണ്. അതിന്റെ സമയവും നിർബന്ധമാണ്. ആ ഉറങ്ങുന്നതിന്റെ മുമ്പ് മൈൻഡും ഓൺ ആവണം കേട്ടോ. മൈൻഡും ഓൺ ആവണം. വളരെ ഹാപ്പി ആയിട്ട് ഉറങ്ങാൻ പറ്റണം. മക്കൾക്ക് മുത്തം കൊടുത്തുറങ്ങിയ ആളുകൾ, ഇന്നലെ മക്കൾക്ക് മുത്തം കൊടുത്തുറങ്ങിയ ആളുകൾ അങ്ങനെ തന്നെ വെച്ചോളിയ. മക്കൾക്ക് മുത്തം കൊടുക്കാറില്ല. ഈ പല വാപ്പമാരിങ്ങനെ മസുല് പിടിച്ച് ഞാനൊരു വാപ്പയാണ്, ഇങ്ങനല്ല ഇപ്പുള്ള വാപ്പമാരുണ്ടോ. വാപ്പമാരൊക്കെ വളരെ ഫ്രണ്ട്ഷിപ്പാണ്, ചേർത്ത് പിടിക്കും. ഹായ് ഹോയ് ബ്രാ,
ആ എന്റെ മോന് ബ്രോ നാളെ നബിത്തിന് ഒരു പാട്ടുണ്ട് ബ്രോ. ആ ഇങ്ങനൊക്കെയാണ് നമ്മൾ അതിന് എന്ന് ചൊല്ലിക്കൊടുത്താ ഓൻ വേറെ ഏതോ ലെവല് പോവും. നമ്മൾ ബ്രോ ആ ഹായ് ബ്രോ എന്ന് പറഞ്ഞ് നമ്മൾ അടിച്ചു കൊടുക്കണം. ഇങ്ങനൊക്കെ ആവെങ്കിൽ എന്ത് ചെയ്താൽ മതി? പ്രസവിച്ചാലും മതി, അതിന് നിന്നാലും മതി. മക്കളെ നോക്കാൻ അറിയണം, മക്കളെ നോക്കാൻ അറിയണം. മക്കള് മാറുന്നു കാലത്തിനനുസരിച്ച്. മാറുന്ന സമയത്ത് ഉമ്മമാരും മാറണം, വാപ്പമാരും മാറണം. അങ്ങനെ മാറിയാലേ ആ മക്കളെ കൈപ്പിടിയിൽ ഒതുക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അല്ലെ? മക്കള് ബാപ്പമാരെടുത്ത് ഉമ്മമാരെടുത്തൊന്നും നിൽക്കൂല. എന്താ? കുറെ മക്കൾക്ക് ആദ്യമുള്ള സോഷ്യൽ മീഡിയ ഏതായിരുന്നു? ഫേസ്ബുക്ക് ആയിരുന്നു. എല്ലാ വാപ്പമാരും വയസ്സായ ആളുകളൊക്കെ ഫേസ്ബുക്കിലുള്ളപ്പം എല്ലാ മക്കളും അതായിട്ട് ബഹിഷ്കരിച്ച് ഇൻസ്റ്റഗ്രാം. അത് ഉമ്മമാർക്ക് അറിയൂല ഇൻസ്റ്റഗ്രാം എന്താണ്. ഉമ്മമാർ ഇൻസ്റ്റഗ്രാമിലേക്ക് കയറിയാൽ അവരതൊന്നും വേറെ കൊണ്ടും. നമുക്കുള്ളതാണ് നമ്മുടെ മക്കൾ, അല്ലെ? അല്ലെ? നമുക്കുള്ളതല്ല നമ്മുടെ ഭാര്യ എങ്കിൽ മറ്റുള്ള ആളുകളെ ഭാര്യയായി പോകും. താത്തക്ക് തിരിഞ്ഞ് അല്ല. അപ്പോ ഇതാണ് സംഭവം. മനസ്സിലായോ? നമുക്ക് അർഹതപ്പെട്ടതിലേക്കാണ് നമ്മൾ മോഹിക്കേണ്ടതും സ്നേഹിക്കേണ്ടതും പരിപാലിക്കേണ്ടതും, അല്ലെ? നമുക്കുള്ളതാണ് നമ്മൾ കൊണ്ട് നടക്കേണ്ടത്. ഇത് ഒരു സൈക്കോളജിയാണ്. എന്താണെന്നറിയോ? ഒരു കാറ് വാങ്ങണം എന്ന് വിചാരിക്കാം. ഒരു കാറ് വാങ്ങണം എന്നൊക്കെ വിചാരിച്ച് ആഗ്രഹിച്ച് കാറ് ആ മുള്ളിലൊക്കെ ഇങ്ങനെ ഒരിഞ്ഞ് കുറച്ച് വരയൊക്കെ വന്നപ്പോ നമുക്ക് എന്ത് ചെയ്ത് ആ കാറിനോട് വലിയൊരു ബന്ധം ഇങ്ങനെ കുറഞ്ഞു വന്നു. പിന്നെന്ത് ചെയ്ത് അയൽപക്കത്തിന്റെ പുതിയൊരു കാറ് വന്നിക്ക്. അല്ല പിന്നെ ആ കാറ് നമ്മൾ അങ്ങനത്തെ ഒരു കാറ് വേണമെന്ന് വിചാരിക്കാണ്. അതിനേക്കാളും നല്ല കമ്പനി ആയിരുന്നു നമ്മളത്. കാർ ഇട്ടോ നിങ്ങൾ അങ്ങനെ വേറെ തെറ്റിദ്ധരിക്കണ്ട, കാറ് മാത്രം കണ്ടാൽ മതി. അപ്പം ഈ കാറിൽ നമ്മള് ആ സമയത്ത് ആ മുട്ടിയ സമയല്ലേ, ആ ഒരിഞ്ഞ സമയം, ആ മതിൽ ഒരിഞ്ഞ സമയത്ത് തന്നെ ആ കാറിനെ നമ്മൾ എന്ത് ചെയ്തു? അങ്ങ് തുടച്ച് വൃത്തിയാക്കി വർക്ക്ഷോപ്പ് കയറ്റി കഴിഞ്ഞാൽ ആ കാറ് പുത്തനാവുമായിരുന്നു, സൂപ്പർ ആവുമായിരുന്നു. അതന്നെ, സൂപ്പർ ആവുമായിരുന്നു. പക്ഷെ ആ കാറിന് അന്ന് മൈൻഡ് ചെയ്തില്ല. വീണ്ടും എഴുതി, വീണ്ടും കുത്തി കുറെ കുത്തിയ സമയത്ത് മൊത്തം ചതങ്ങിയ സമയത്ത് എന്ത് ചെയ്തില്ല? ഈ കാറ് വർക്ക്ഷോപ്പ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല, ഞാൻ പുതിയതെങ്ങാൻ വാങ്ങുക. പിന്നെന്ത്? പുതിയ വാങ്ങാൻ പൈസ ഇല്ല. ആളുകളൊക്കെ എന്ത് വിചാരിക്കൂലേ? പുതിയ കാറ്. പിന്നെന്ത് ചെയ്ത്? സെക്കൻഡ് ഹാൻഡ്. പിന്നെ സെക്കൻഡ് ഹാൻഡ്. ഈ സെക്കൻഡ് ഹാൻഡ് എന്ന് പറയുമ്പോ ഇപ്പം കിട്ടും, ഇപ്പം കിട്ടൂല, വിക്കൂല. കാറിന് ഒരു ഉഷാറും ഉണ്ടാവൂല. നമ്മൾ ഇങ്ങനെ ജീവിതം നയിച്ച് ഇതായിരിക്കും ഊഞ്ഞാല. ഈ ഊഞ്ഞാലുമായിട്ട് നമ്മുടെ ജീവിതമായി. ടെൻഷൻ ഇല്ലാത്ത ജീവിതത്തിന് എന്ത് വേണം? കാറിൽ തന്നെ ഇരിക്കലേ, ഇറങ്ങി വരി. ടെൻഷൻ ഇല്ലാത്ത ജീവിതത്തിന് എന്ത് വേണം? അർഹതപ്പെട്ടതില് ജീവിക്കുക, ഉള്ള സന്തോഷത്തിൽ തൃപ്തിപ്പെടുക. ആണോ മച്ചിയെ? ഉള്ള സന്തോഷത്തിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്നതിന് അതിന്റെ അപ്പുറത്തേക്ക് വരില്ല ഒന്നും. മനസ്സിലായോ? ആഗ്രഹം വേണം. എങ്ങനെയെന്നറിയോ? കിട്ടുന്ന ഉറപ്പുള്ള നമുക്ക് ഹലാലായ കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഒരു സ്പിരിച്വൽ മൈൻഡാണ്. എന്താ സ്പിരിച്വൽ മൈൻഡ്? സ്പിരിച്വൽ മൈൻഡ് എന്താ? നമുക്ക് എപ്പോഴും ടെൻഷൻ ആവുന്നു, വിഷമങ്ങളാവുമ്പോ ഒക്കെ നമ്മളുടെ മൈൻഡിൽ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഇത് ഇവിടെയാണ് എന്നുള്ള തോന്നൽ. നമുക്ക് എപ്പോഴും പോവാനുള്ളതാണ്. ഒരു ദിവസം ഇത് അവസാനിക്കും. മുണ്ടക്കൈയില് ഒറ്റപ്പെട്ടു പോയ എല്ലാ ആളുകൾക്കും 25 ദിവസം അവിടെ ഇരുന്നിട്ട് കൗൺസിലിങ്ങിന് എന്നെ ഏൽപ്പിച്ച്. 25 ദിവസം ഒറ്റപ്പെട്ടു പോയ ആളുകൾ, ഭർത്താവ് ഒറ്റപ്പെട്ട്, ഭാര്യ ഒറ്റപ്പെട്ട്, ഇങ്ങനെ അവരുടെ കൂടെ ജീവിച്ച ഒരാളാണ്. അപ്പൊ നമുക്ക് ജീവിതം പഠിക്കും. 33 വയസ്സായിട്ടേ ഉള്ളൂ. പക്ഷേ ഞാൻ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്, ഒരുപാട് ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് പറയാണ്, ഈ ചെക്കന് ഞാനൊക്കെ കുറെ വയസ്സ് എന്താ പറയുന്നത് നോക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളും അറിയുന്നു, മനസ്സിലാക്കുന്നു. ഇത്രേ ഉള്ളൂ ജീവിതം എന്ന് പഠിച്ചാൽ ഉള്ളതിനെ തൃപ്തിപ്പെട്ട് സ്നേഹിച്ച് കൊണ്ടുനടക്കാൻ നമുക്ക് പറ്റും. ഇങ്ങനെയാണ് ജീവിതം നമ്മൾ കൊണ്ടുപോകേണ്ടി. ഇപ്പം ജീവിതത്തിന് ഒരു ബോർഡ് ഞാൻ വെച്ചു തന്നു. ഒരു ബോർഡായില്ലേ? അല്ലേ?
എങ്ങോട്ടാ ബോർഡ്? നല്ല ഒരു റൂട്ടിലൂടെയാണ് നമ്മൾ ബോർഡ്. വളരെ ഹാപ്പി ആയിരിക്കും. കുറ്റബോധം ജീവിതത്തിന് തടസ്സ. ഒരു കാര്യവും നമ്മൾ ചെയ്യുന്നത് വൃത്തിയാവില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഒളിച്ച് ചെയ്യുന്നത്, മറഞ്ഞ് ചെയ്യുന്നത്, ആരും കാണാതെ ചെയ്യുന്നത്, ആരും അറിയാതെ പിടിക്കപ്പെടും എന്ന് വിചാരിച്ച് ചെയ്യുന്നതൊന്നും നമുക്ക് സന്തോഷം കിട്ടൂല. ഉള്ളത് പറയാൻ ഒരിക്കലും സന്തോഷം കിട്ടൂല. ഹാപ്പി ആയിട്ട് ഒരു തുറന്ന പുസ്തകം പോലെ ഇങ്ങനെ നടക്കാൻ പറ്റണം. കിടക്കുമ്പോൾ ഉറങ്ങാൻ പറ്റണം. എഴുന്നേറ്റാൽ വളരെ ഹാപ്പിനെസ് കിട്ടണം. എന്താണ് അതിന്റെ മാർഗം? തലയുടെ ഭാരം കുറയ്ക്കുക. വേണ്ടാത്ത കുറെ സാധനങ്ങളൊക്കെ വലിച്ചിങ്ങിട്ട് എറിയുക. നമുക്ക് ജീവിതത്തിൽ ഏറ്റവും ഹാപ്പി കിട്ടുന്നത് മൈൻഡ് ഫ്രീ ആയിട്ട് നടക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, കുറ്റബോധം ഉണ്ടാവുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാതിരിക്കലാണ് നമ്മുടെ ജീവിതത്തിലെ വിജയം. നമ്മൾ പരിശ്രമിച്ച് അതിനു വേണ്ടിയിട്ട് തയ്യാറായാൽ ജീവിതത്തിൽ നമ്മൾ മാറുന്നത്. കുറ്റബോധം വരുന്ന ഒരു കാര്യം ചെയ്യരുത്. എത്ര സാഹചര്യം ഉണ്ടായിക്കോട്ടെ, എത്ര ഇതിന് സിറ്റുവേഷൻ ഒരുങ്ങിക്കോട്ടെ, തെറ്റാണ്, അതുകൊണ്ട് ഞാൻ സങ്കടപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യത്തിലേക്കും ഇറങ്ങാതിരിക്കുക, ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അന്തസ്സായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുക. പണ്ടുള്ള ആളുകളൊക്കെ പറയാറുണ്ട്, മോനെ കേട് പറയിപ്പിക്കാനുണ്ടല്ലോ ഒരു നിമിഷം മതി, നല്ല പറയിപ്പിക്കാൻ ഒരുപാട് പണിയെടുക്കണം. അങ്ങനെ പറയാമല്ലോ മെച്ചി? ഉണ്ട്. പക്ഷെ ഇപ്പോൾ എങ്ങനെ പറയണം? കേട് വരാന് കുറെ പണിയെടുക്കണം, നന്നാവാനുണ്ടല്ലോ ഒന്നും വേണ്ട. നന്നാവാൻ എന്താ ചെയ്യണ്ടേ? നല്ലൊരു തുണിയും കുപ്പായോട്ട് ഒരു ചുരിദാറൊക്കെ ഇട്ട് ഒന്നിനും പോവാതെ ഒരു ടെൻഷൻ അനുഭവിക്കാതെ കാറ്റും കൊണ്ട് ചായ കുടിച്ച് ഇങ്ങനെ വീട്ടിലേക്ക് വന്ന് മക്കളും കുട്ടികളും പേരക്കുട്ടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുന്നു. നമ്മുടെ ബിസിനസ്സും നമ്മുടെ തൊഴിലും നമ്മുടെ ജീവിതവും. നന്നാവാൻ ഇപ്പോൾ കഷ്ടപ്പാട് ഇല്ല. കഷ്ടപ്പാടുള്ളത് ഏതാണ്? കേട് വരാനാണ് ഇപ്പൊ. കാരണം എന്താ? കേട് വരാൻ നിങ്ങൾ വിചാരിച്ചു എന്തൊക്കെ കഷ്ടപ്പാട്. ഇനിയിപ്പൊ നമുക്ക് അറിയാത്ത എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടെന്ന് വിചാരിക്കാം, ഫോണ് റിങ് ചെയ്യുമ്പോഴേക്ക് ഇവിടുന്ന് റിങ് ചെയ്യും. കാരണം എന്താ? പിയ്യാപ്പിള കാണുമോ? ഈ ഫോണ് പിയ്യാപ്പിള കാണുമോ? അത് മറച്ചു വെക്കണം, അത് ഒളിപ്പിച്ചു വെക്കണം എവിടെങ്കിലും. അല്ലെങ്കിലോ ഒന്നുമില്ല മനസ്സിൽ. അപ്പം ആ റിംഗ് ട്യൂൺ ഒക്കെ നമുക്ക് എന്ത് ചെയ്യും? നല്ല പാട്ടായിട്ട് തോന്നും. മറ്റേതോ മരണമൊഴി ആയിട്ട് തോന്നും. ഇതാണ് കറക്റ്റാണ് ഞാൻ പറയുന്നത്. കറക്റ്റ് അല്ലേ? ഉണ്ടല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ പറയുന്നത് കറക്റ്റ് ആണ്. അങ്ങനെ അനുഭവിക്കണമെന്നൊന്നുമില്ല, ചിന്തിച്ചാൽ മനസ്സിലാവും അല്ലെ? അപ്പം വളരെ ഫ്രീ ആയിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആസ്വദിച്ച് ജീവിക്കാം. മനുഷ്യര് തമ്മിൽ വല്ലാത്ത ബന്ധമുള്ള ഒരു നാടായിരുന്നു ഏത്? വയനാട് ചൂരൽമല. വളരെ സ്നേഹബന്ധാണ്. ഒരു സ്ഥലത്ത് ബിരിയാണി ഉണ്ടാക്കിയാൽ അത് നമ്മൾ കണ്ണെത്താ ദൂരത്തുള്ള വീടുകളിലൊക്കെ അതെത്തും. അതിലെന്തെങ്കിലും ഒരു അംശത്വം. മനസ്സിലായോ? അതാണ് സ്നേഹബന്ധം, അതാണ് നല്ല ബന്ധം. അപ്പോ ഈ സ്നേഹബന്ധം പുറത്തേക്ക് എത്താൻ കാരണം എന്താ? അഥവാ വീടിന്റെ പുറത്തേക്ക് ഈ സ്നേഹബന്ധം വ്യാപിക്കാൻ കാരണം എന്താണ്? ഉള്ളിലുള്ളത് കൊണ്ടാ അല്ലെ? നിങ്ങളുടെ വീടിന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. ആ സ്നേഹമാണ് പുറത്തേക്ക് കൊടുക്കാൻ പറ്റുന്നത്. ആണോ അല്ലേ? അപ്പൊ ആദ്യം എവിടെ സ്നേഹം വേണം? വീടിന്റെ ഉള്ളിൽ സ്നേഹം വേണം. വീടിന്റെ ഉള്ളിൽ നല്ല ഒത്തൊരുമ വേണം. എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ ഞാൻ പോകാണ്ട് എന്റെ വാപ്പ ഉണ്ടാവില്ല. എന്റെ ഓളൊന്നും ഇപ്പൊ അങ്ങനെ പറയാറില്ല. ക്ലാസ് കൊടുത്ത് ശരിയായി. അതുപോലെ തന്നെ എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലെ? അപ്പം നമ്മൾ അത് മോശമൊന്നല്ല, പക്ഷെ മാറണം എന്നുള്ളതാണ്. മാറണം. അതുപോലെ തന്നെ സ്ത്രീകളുടെ പൊന്നെടുത്തിട്ട് വീടുണ്ടാക്കിയാലും അവരോട് പറയണം, ഞാൻ ആ കക്കൂസിനാണ് പൈസ സിമെന്റ് വാങ്ങിയത്. പൊര മൊത്തം ഓൾഡാണെന്ന് ഒരിക്കലും പറയരുത്. ആ കക്കൂസ് അല്ലെങ്കിൽ ആ വേറുപോര അതൊക്കെയാണ് നിങ്ങളെ പൊന്നെടുത്ത് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ കുറച്ചൊന്നും അടങ്ങും. ഈ തെറ്റുന്ന സമയത്ത് ഇതിന്റെ പോരാണ്
പേരിലൊന്നും ആവണമെന്നില്ല. ഇതിന്റെ പോലാണ് എന്റെ പൊന്ന് തരൂ, എന്റെ പൊന്ന് തരൂ, എന്റെ വാപ്പ നയിച്ച് എന്റെ പൊന്ന് തരൂ, എന്റെ കാറ് തരൂ, എന്റെ പൊന്ന് തരൂ. ആ ഇതാണ് പരിപാടി. ഇത് ഭയങ്കര. സത്യത്തില് സ്ത്രീകൾ ഒരു കുഞ്ഞുങ്ങളെ പോലെയാണ്. അവരെ മനസ്സിലാക്കിയ അവർക്കുള്ള ലോകം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ. കുറച്ച് വിയാപ്പിളമാരെ ഉള്ളു, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ പറയുന്നത്, ഈ മനസ്സ് എന്ന് പറയുന്നത്, സ്ത്രീകളുടെ ലോകം എന്ന് പറയുന്നത് കൂടുതലും കുട്ടികള്, കെട്ടിയോന്, അല്ലെ, വീട്, അടുക്കള, പറമ്പുമായിട്ടായിരിക്കും. ആണുങ്ങളുടെ ലോകമോ വലുതായിരിക്കും, വലുതായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്ന കുറച്ച് ടെക്നിക്ക് നിങ്ങൾ പഠിച്ചു വെക്കണം. മനസ്സിലായോ? ഈ ആണുങ്ങളെ ലോകം വലുതായത് കൊണ്ടാണ് നിങ്ങൾ ചിപ്പി എന്ന് ചെല്ലുന്ന ഓരോ എന്തെങ്കിലും നൂറാമാലകളും അതുപോലെ തന്നെ ഇങ്ങനെ മാന്തി ഓരോരോ കാര്യങ്ങൾ പറയാറില്ലേ? എന്തൊക്കെയോ കാര്യങ്ങൾ പറയാറില്ലേ? എന്തൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞുകൂടുക എന്ന് പറയാറില്ലേ? നാട്ടിലൊക്കെ ചെറിയൊരു കാര്യം കിട്ടി അങ്ങനെ ചൊറിഞ്ഞുകൂടുക. ഈ ചൊറിഞ്ഞുകൂടുന്നതൊക്കെ ഭർത്താവ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് മൊത്തം അങ്ങ് പോകും അല്ലേ? ആ ചുഴറ്റലും ആ പ്രശ്നങ്ങളൊക്കെ തലേന്ന് പോകും. തലയിൽ നിന്ന് പോയിട്ട് തിരിച്ചു വരുന്ന ഒരു പുതിയ മനുഷ്യനായിട്ടാണ്. അവിടുന്നായിരിക്കും നമ്മൾ എവിടെയായിരുന്നു പോയത്. ഹസ്ബൻഡിന് ഓർമ്മാവും, തെറ്റിയതാണല്ലേ. ചില ഭർത്താവ്, ഞാൻ സത്യം പറയട്ടെ, എന്റെ ഒരു കാര്യം, ഞാൻ ഇങ്ങനെ ഓരോരോ ജില്ലകളിലും പരിപാടികളും ക്ലാസ്സൊക്കെ എടുക്കാൻ പോയി ഭാര്യയായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നത്തില് മിണ്ടാതിരിക്കെ തെറ്റിപ്പോവുകയോ ഒക്കെ ചെയ്താൽ, അങ്ങനെയൊക്കെ തെറ്റിപ്പോയാൽ സത്യം പറയുന്നു എന്നോട് എപ്പോഴും മറന്നു. ഞാൻ പോയിട്ട് ഹലോ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കഥ പറയുമ്പോ അപ്പൊ പിന്നെ ഇപ്പൊ മൂന്നാമത്തെ പ്രാവശ്യം എന്നെ ഓർമ്മിപ്പിച്ച് ഇന്നലെ രാത്രി തെറ്റിയത് മറന്നുപോയോ? അപ്പോഴാണ് എനിക്ക് അവളുമായിട്ട് പിണങ്ങിയതാണെന്ന് പോലും ഓർമ്മാവാറ്. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ എന്തുണ്ടാവൂല, പ്രശ്നം ഉണ്ടാവൂല. കാരണം എന്റെ തലയിൽ അതില്ല. എന്റെ തലയിൽ അവൾ എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ലാതെ ഞാനിങ്ങനെ പോകുന്നു, ഞാനിങ്ങനെ വരുന്നു, പിന്നെ ഞാനിങ്ങനെ തിരിച്ചു വന്ന് അന്നപ്പം അവളോട് സ്നേഹത്തോടു കൂടി ഞാൻ പെരുമാറാൻ എനിക്കാവുന്നത് എന്താ? ഞാൻ ഈ ഭാണ്ഡക്കെട്ട് അവിടെ തന്നെ അഴിച്ചു വെക്കുന്നു. സ്ത്രീകളാണ് എന്ത് ചെയ്യുന്നു? അടുക്കളയിലേക്ക് പോകുമ്പോൾ ഭാണ്ഡക്കെട്ട് കൊണ്ടുപോകുന്നു, ഡുണ്ടും അങ്ങോട്ട് കൊണ്ടുപോകും, പിന്നെ ഇങ്ങനെ സമയം നോക്കുന്നു. ഒക്കെ നോക്കി കുറച്ച് കഴിഞ്ഞപ്പോ മഗ്‌രിബാങ്ക് കൊടുത്ത് ഇപ്പം പിയ്യാപ്പിള വരും, ഡും ഡും ഡും. ഈ സാധനം പിയ്യാപ്പിള വളരെ ഫ്രീ ആയിട്ട് ഇങ്ങനെ വന്നു നിൽക്കുന്നു. ഒന്നും അറിയൂല അയാൾക്ക്. അവിടുന്ന് തുടങ്ങുന്നു. തക്കാളി എല്ലാം വാങ്ങിയിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് മാത്രം മറന്നു. ഉരുളക്കിഴങ്ങ് ഇതൊക്കെ ഇതിന്റെ പ്രതിഫലനമാണ്. ഭാണ്ഡക്കെട്ടിന്റെ പ്രതിഫലനമാണ്. ആരോട് ചൂടാവുന്നത്? ഭർത്താവിനോട് ചൂടാവുന്നത്. പിന്നെ ഒരാഴ്ച നന്നായിട്ട് നിന്നാൽ, ബ്രെയിനിന്റെ കളിയാട്ടോ ഞാൻ പറയുന്നത്, നമ്മൾക്ക് ഈ ഫ്രണ്ടൽ കോർട്ടക്സ്, ബേക്കൽ കോർട്ടക്സ്, വലിയ തിയറി ഒന്നും ഞാൻ പറയൂല, എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഫ്രണ്ടൽ കോർട്ടക്സ് എന്ന് പറഞ്ഞാൽ മുമ്പിലുള്ള ഭാഗം. ബേക്കൽ കോർട്ടക്സ് എന്ന് പറഞ്ഞാൽ ബേക്കിലുള്ള ഭാഗം. നമ്മൾ ശീലിച്ച ശീലങ്ങളില്ലേ, ഇത്രയും കാലം ജീവിച്ച ജീവിത ശൈലിയില്ലേ, അതൊക്കെയാണ് ബേക്കൽ കോർട്ടക്സിൽ ഉണ്ടാകുക. ബേക്കൽ കോർട്ടക്സ് എന്ന് പറഞ്ഞാൽ ബേക്കിലുള്ള ഭാഗവും ഫ്രണ്ടൽ കോർട്ടക്സ് ഇവിടെയും. ഓക്കെ, ബേക്കൽ കോർട്ടക്സിൽ നമ്മൾ ഇത്രയും കാലം ജീവിച്ച് തീർത്ത ജീവിതങ്ങൾ ഓർമ്മ ഉണ്ടാവും. എപ്പോഴും നമ്മൾ ടെൻഷൻ അടിച്ചിട്ടാണ് ജീവിച്ചത്. എപ്പോഴും ഒരു കള്ളുകുടിയനാണ് നമ്മുടെ വാപ്പ. സ്നേഹം കിട്ടാത്ത ഭർത്ത, സ്നേഹം തരാത്ത വാപ്പയാണ്, സ്നേഹം തരാത്ത ഉമ്മയാണ്. എന്തോ കഷ്ടപ്പെട്ടിട്ടാണ് വളർന്നത്. നല്ലൊരു ഭർത്താവിന്റെ അടുത്താണ് എത്തിയതെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും? ബേക്കൽ കോർട്ടക്സിൽ ശീലമാക്കിയതാണ് ഇവിടെ ഈ തലച്ചോറിൽ ഉണ്ടാവുക. ഈ തലച്ചോറിൽ എപ്പോഴും വാപ്പ എന്ത് ചെയ്യുന്നു? വളരെ ചൂടായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ഈ ഭർത്താവിന്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യും? നല്ലപോലെ സംസാരിച്ചാലും ചൂടായി പോകും. കാരണം എന്താ? ശീലമാണ് നമ്മൾക്ക് എപ്പോഴും പുറത്തേക്ക് എടുക്കാൻ പറ്റുക. ഫ്രണ്ടൽ കോർട്ടക്സിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഫ്രണ്ടൽ കോർട്ടക്സ് എന്ന് പറഞ്ഞാൽ ഓടാൻ പോണം, ഒന്ന് വയറൊക്കെ ഒന്ന് കുറയ്ക്കണം, നാളെ സുബഹിക്ക് എണീക്കണം. ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി. നാളെയും മറ്റന്നാളൊക്കെ നിങ്ങൾ ഇന്നിപ്പം നിയ്യത്ത് ചെയ്യും. എന്ത്? ഞാൻ രാവിലെ കുളിക്കും. രാവിലെ കുളിക്കും. അത് കഴിഞ്ഞിട്ട് നീണ്ടുന്ന വെറുതെ എന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റിട്ട് അതങ്ങ് മറന്നു. പിന്നെയും നമ്മൾ പ്ലാൻ ചെയ്യും, നാളെ എന്തായാലും കുളിക്കണം. ഈ കുളി ഒരിക്കലും നടക്കൂല ചില ആളുകൾക്ക്. അതാണ് ഫ്രണ്ടൽ കോർട്ടക്സ്. നടക്കാൻ പോണം, വയറ് കുറയണം, ജിമ്മിന് പോണം, പഠിക്കാൻ പോണം,
കുറെ കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിലുണ്ടാവും. ഈ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും ജീവിതത്തിൽ പകർത്താനാവാത്തത് ശീലമാവാഞ്ഞിട്ടാണ്. അപ്പൊ നമ്മൾ ശീലമാവണം. എന്താ ശീലമാവേണ്ടത്? രാവിലെ എഴുന്നേൽക്കുന്നത് പഠിക്കണം, ചൂടാവാതിരിക്കുക, പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുക, വളരെ സ്നേഹത്തോടു കൂടി സംസാരിക്കുക. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഒന്ന് കെട്ടിപ്പിടിക്കുകയാണെങ്കിൽ തീരുന്ന പ്രശ്നമേ ഭാര്യയും ഭർത്താവും തമ്മിലുള്ളൂ. നമ്മളെ ശരീരം പഠിച്ചത് എങ്ങനെയാണെന്നറിയോ? നമ്മളെ ശരീരം മണ്ണിൽ വെച്ചാൽ ആ ശരീരത്തിൽ നിന്ന് തന്നെ പെട്ടെന്ന് പുഴു ഉണ്ടാവും. 3 ദിവസം കൊണ്ട് പുഴു വരും നമ്മളെ ശരീരത്തിലെ. നമ്മളിപ്പോ ഇങ്ങനെ കുളിച്ച് വൃത്തിയാക്കി മിനുക്കി വെക്കുന്ന ശരീരത്തില് 3 ദിവസം കൊണ്ട് പുഴു വരും. 4-ാമത്തെ ദിവസം ആ പുഴു തന്നെ നമ്മളിങ്ങനെ തിന്നും. ഇത്രേ ഉള്ളൂ മനുഷ്യൻ. മനസ്സിലായോ? ഞാൻ മരിക്കുന്നില്ല എന്നാണ്. ഇത്രേ ഉള്ളൂ മനുഷ്യൻ, ഇത്രയേ ഉള്ളു മനുഷ്യൻ. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ വാശി ഉണ്ടാവില്ല, വെറുപ്പുണ്ടാവില്ല, അസൂയ ഉണ്ടാവില്ല. ഓക്കെ, ഇനി ഈ നിമിഷം നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ഒരു ഉപകാരാവട്ടെ എല്ലാ ആളുകളും, ആണുങ്ങളും സ്ത്രീകളും ഒക്കെ. ഈ നിമിഷം നിങ്ങളോട് എത്ര ക്രൂരത ചെയ്ത ആളായിക്കോട്ടെ, എത്ര പിണങ്ങി നിൽക്കുന്ന ആളായിക്കോട്ടെ, നമ്മളോട് എന്തൊക്കെയോ ഉപദ്രവം ചെയ്ത ആളായിക്കോട്ടെ, ഈ നിമിഷം പൊരുത്തപ്പെട്ട് കൊടുക്കാൻ പറ്റുമോ? ഒരാളോടും ദേഷ്യമില്ലാതെ, അസൂയയില്ലാതെ, വെറുപ്പില്ലാതെ, വളരെ ഹാപ്പി ആയിട്ട് ഈ നിമിഷം മാറാൻ പറ്റുമെന്ന് കൈ പൊക്കണം. സുലൈമാനിക്ക് വഴി തന്നില്ല, ഞാൻ പൊരുത്തപ്പെടും. നിങ്ങളുടെ മനസ്സിൽ ആരോടെങ്കിലും ഇത്തിരി ദേഷ്യമുണ്ടെങ്കിൽ അതുപോലും ഈ നിമിഷം പൊരുത്തപ്പെട്ട് കൊടുത്താൽ നമ്മുടെ നെഞ്ചിന്റെ ഉള്ളറയിൽ ഒരു തണുപ്പ് ഇങ്ങനെ കയറും. ഈ രീതിയിൽ എല്ലാ ആളുകളോടും സ്നേഹം കൊടുത്തിട്ട് നിൽക്കാൻ പറ്റണം. ഭർത്താവും ഭാര്യയും ചെറിയ പ്രശ്നങ്ങൾക്കാണ് ഇപ്പോൾ ടെൻഷൻ ആവുന്നതും, തല്ലുകൂടുന്നതും, പിണങ്ങുന്നതും, ഇറങ്ങിപ്പോകുന്നതും. ആണോ അല്ലേ? ആണ്. അപ്പൊ ഞാൻ പറയുന്നത്, ചെറിയ പ്രശ്നം വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല, മിസ് കോള് കണ്ടിട്ട് തിരിച്ചു വിളിച്ചിട്ടില്ല, സമയം വൈകിപ്പോയി, അയാൾ വിളിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ഹോൾഡിൽ, അയാൾ മറ്റൊരു കോളിലാണ്. ഇത് കേട്ടാൽ തന്നെ ഭർത്താവിന് കലിയളി, എന്റെ കോള് വന്നിട്ട് എന്താ എടുക്കാത്ത എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ചെറിയ പ്രശ്നങ്ങളായിരിക്കും. അതൊന്ന് മനസ്സിലാക്കാൻ ഭർത്താവ് ശ്രമിച്ചാൽ, ഞാൻ എൻ്റെ ഉമ്മനെ വിളിച്ചതായിരുന്നു, ഉമ്മക്ക് കാൽമുട്ട് വേദനാണ്, ഇത്രയുള്ളൂ പ്രശ്നം. അത് മനസ്സിലാക്കാനുള്ള സമയം ഭാര്യയും ഭർത്താവും കൊടുക്കുന്നില്ല. ഉണ്ടോ? ഇല്ല. ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അടിപിടി കൂടുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ വരുന്ന ആളുകൾ ചെയ്യേണ്ടത്, ദേഷ്യം പിടിക്കുന്ന സമയത്ത് നമ്മൾ സമയം കൊടുക്കുക. അഥവാ ഭാര്യയായിട്ട് നിങ്ങളായിരിക്കും ഒരു ഭാര്യയായിട്ട് തോന്നുന്നത്. ആ ചിരിയൊക്കെ അല്ലേ, പെണ്ണുങ്ങളെ ചിരിയൊക്കെ. അപ്പൊ അതിന് അവരങ്ങനെ ചിരിക്കുന്നത്, അവരിച്ചോട്ടെ അല്ലെ, അവരൊക്കെ ചിരിച്ചോടെ. ഞാന് ഭാര്യയോട് ഇങ്ങനെ തല്ലുകൂടാണ്. എന്താണ് എന്നോട് പറഞ്ഞിട്ട് എന്നോട് നിങ്ങളൊന്നും വിചാരിക്കണ്ട, ഭാര്യ കേട്ടോ. ഇങ്ങനെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലേ? എന്താണ് നിങ്ങൾ എന്തെങ്കിലും ഇങ്ങോട്ട് ചൂടായി? എന്താ ഇങ്ങനെ നമ്മൾ തല്ലുകൂടുകയാണ്, ഭാര്യയും ഭർത്താവും തല്ലുകൂടാണ്. അപ്പോഴാണ് പിരിവിനൊരാൾ വന്നു. പിരിവിന് റെസീറ്റുമായിട്ട് ഒരാൾ വന്നു. അപ്പൊ റെസീറ്റുമായിട്ട് ഒരാൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഭാര്യനോട്, എടേ കുറച്ച് വെള്ളം കിടത്തോ. വെള്ളം എടുക്കാൻ പോവും. തല്ലുകൂടിയതായിരിക്കും. 50 രൂപ എഴുതി കൊടുക്കും, പോയി ഇരുന്നോളൂ. 50 രൂപ ഒക്കെ എഴുതി കൊടുത്ത് അങ്ങനെ അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്യും? സംസാരിച്ചു. ആരോട്? ദേഷ്യപ്പെട്ട് ഭയങ്കര മൂർധന്യാവസ്ഥയിൽ ഞാനും ഭാര്യയും തല്ലുകൂടുന്ന സമയത്താണ് പിരിവിനൊരാൾ വന്നത്. ആ റെസീറ്റ് എഴുതി കൊടുക്കുമ്പോ ഭാര്യനോട് ഞാൻ പറയുന്നുണ്ട് വെള്ളം. അപ്പൊ കാക്കേ കൂട്ടാനൊന്നുമില്ല, തല്ലുകൂടിയ ആളായിരിക്കും, കൂട്ടാൻ എന്തെങ്കിലും എടുത്ത് കൂട്ടി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കൂട്ടാനൊക്കെ എടുത്ത് കൂട്ടിയൊക്കെ കൊടുത്ത് ചായയൊക്കെ കൊടുത്ത് അയാളായിട്ട് പോകുമ്പോ പിന്നെയും നമ്മളെന്താ ഇങ്ങനെ ആദ്യത്തെ ഊർജം പിന്നെ കിട്ടുമോ തല്ലുകൂടാന്? ഉണ്ടോ അല്ലേ? അപ്പൊ ഞാൻ പറയുന്നു, നിങ്ങൾ എന്റെ പാപ്പനെ വിളിച്ചിട്ടല്ലേ നിർത്തിയേ? അല്ലയോ, ഞാൻ നിങ്ങളെ വാപ്പനെയും വിളിച്ചാൽ തുടങ്ങുക, നിങ്ങളെ വാപ്പ അല്ല പിന്നെ ഇങ്ങനെ ആരെങ്കിലും ഇരുന്നോളെ. ഇങ്ങനെ ആരെങ്കിലും തുടങ്ങാറുണ്ടോ? ഉണ്ടോ? ഇല്ല.
ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല, അഭിനയിച്ചാൽ മനസ്സിലാവും. അതാണ് ഇപ്പോ നിങ്ങള് ഭാര്യയും ഭർത്താവും തല്ലുകൂടുമ്പോ കുറച്ച് സമയം കൊടുക്കുക, എങ്ങോട്ടെങ്കിലും അങ്ങ് പോവുക. തിരിച്ചു വരുമ്പോൾ ആ ദേഷ്യമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അവിടുന്ന് ചോദിക്കുവോ, നീ എവിടെ വെച്ചിട്ടായി നിർത്തിയത് ദേഷ്യം പിടിച്ചപ്പോ? എന്നോട് മറന്നുപോയി. പിന്നെ അത് പൊട്ടം പോയി. പിന്നെ തല്ലുകൂടുകയോ പ്രശ്നം ഉണ്ടാക്കിയോ ഒന്നും ചെയ്യില്ല. മനസ്സിലായോ? അപ്പൊ തല്ല് കൂടുന്ന സമയത്ത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു, സമയം കൊടുക്കുന്നു, ടൈം കൊടുക്കുന്നു, എൻഗേജ്ഡ് ആവുന്നു. അത് തീരാൻ നിന്നാൽ, പ്രത്യേകിച്ച് പെണ്ണുങ്ങളോട് തല്ലുകൂടാൻ നിന്നാൽ, അങ്ങകലെ എന്നാണോ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് അന്ന് മുതലുള്ളത് ഇങ്ങോട്ട് വരും. തസ്ബീഹ്മാല പൊട്ടിയാൻ്റെ വിട്ടത് പൊട്ടിയാൻ മൊത്തം വരും. അത് നല്ലൊരു ഉപമ. തസ്ബീഹ്മാല പൊട്ടിയാല് ഒറ്റ മണി ഉണ്ടാവില്ല. ചില കാര്യങ്ങൾ നിസ്സാരാക്കണം. മനസ്സിലായോ? ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞു, മക്കൾ എന്തെങ്കിലും പറഞ്ഞു, അമ്മായിയമ്മ എന്തെങ്കിലും പറഞ്ഞു, മരുമകൾ എന്തെങ്കിലും പറഞ്ഞു, അതൊന്നും തലയിലിട്ട് ഉമ്മമാരെ പ്രശ്നം എന്താ? ഉമ്മമാരെ പ്രശ്നം ഉമ്മന്റെ അനിയത്തിന അല്ലെങ്കിൽ ആങ്ങളന, അതിന്റെ അപ്പുറത്ത് സൈദ്യുട്യാജിനെ വരെ വിളിച്ചിട്ട് പറയും ശരിയാവില്ലേ, ഇങ്ങനൊക്കെ തന്നെ ഉണ്ടാവും. ഇതൊക്കെയാണ് പല വീടുകളിലും നടക്കുന്നത്. നിങ്ങളെ വീട്ടിലൊക്കെ ഉമ്മമാരുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഉമ്മമാരുള്ള ആളുകളൊന്ന് കൈവെക്കോ? ഉമ്മയുടെ അത്രത്തോളം നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹം ജീവിതത്തിൽ നമുക്ക് ഒരിടത്തു നിന്നും കിട്ടില്ല. ഉമ്മയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും നിഷ്കളങ്കമായ സ്നേഹം നമ്മളോട് കാണിക്കുന്നതും ആരാണ്? ഉമ്മയാണ്. ആ ഉമ്മയെ വെറുപ്പിക്കുന്ന ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഞാൻ പറയുന്നത്, മരണപ്പെട്ടു പോയ ആളുകൾ അല്ലെങ്കിൽ ഉമ്മമാരുണ്ടെങ്കിൽ, അവരുടെ മക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. ഉമ്മ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ലോകമാണ്. MA യൂസഫ് അലി എന്നും പറയുന്ന വേർഡ് അല്ലേ, എനിക്ക് എന്റെ ഉമ്മയുടെ പ്രാർത്ഥനയാണ്, എന്റെ ഉമ്മയോടുള്ള സ്നേഹമാണ് ഞാൻ ഇങ്ങനെ ആയിത്തീർന്നത് അല്ലെ. മക്കൾക്ക് ഏറ്റവും വലിയ പരിപാവനം എന്ന് പറയുന്നത് ഉമ്മയാണ്. അത് കറക്റ്റാണ്. പല പാട്ടുകളും ഇറങ്ങാറില്ലേ, ഉമ്മാന്റെ കാലടി പാടിലാണ് സ്വർഗം പൂന്തോളി ഒതിമതിയ മുത്ത് മുഹമ്മദ് ഉമ്മയുള്ളിലുദിച്ചോളി അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ. 1000 പോറ്റുമ്മ വന്നാലും സ്വന്തം പെറ്റുമ്മ ആവൂല. അതുകൊണ്ട് ഉമ്മയെ സ്നേഹിക്കാൻ പറ്റണം, ഉമ്മയെ പരമാവധി സ്നേഹിക്കാൻ പറ്റണം. നമ്മുടെ ഉമ്മ ഖബറിലാവുന്നതിന്റെ മുമ്പേ ഉമ്മമാർക്ക് സമയം കൊടുക്കണം. ആ ഉമ്മയാണ് നമ്മളെ താരാട്ട് പാടിയതും, ആ ഉമ്മയാണ് ഒരു അറപ്പുമില്ലാതെ ഒരു വെറുപ്പുമില്ലാതെ നമ്മുടെ കാഷ്ടം കോരിയതും, നമ്മുടെ ഏത് ഘട്ടത്തിലും നമ്മളെ ചേർത്ത് പിടിച്ചത്. ഈ ചൂരൽ മലയിൽ കഥ പറഞ്ഞപ്പോ ആ ഉമ്മ മണ്ണിന്റെ അടിയിലേക്ക് താഴ്ന്നു പോയപ്പോ ആ മോനോട് പറയാണ്, എന്താ പറയുന്നതെന്നറിയോ? മോനെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് തരണം, ഉമ്മ മരിച്ചോളാം, മോൻ എന്നെ രക്ഷപ്പെടുത്താൻ നോക്കണ്ട, മോൻ പോയി ജീവിച്ചോ, മോൻ രക്ഷപ്പെടുക. ഇവിടം വരെ മണ്ണെത്തിയിട്ടുണ്ട്. ആ മണ്ണ് ഇങ്ങനെ മൂടി വരുമ്പോഴും ആ ഉമ്മ പറയാണ് മോനോട്, മോനെ നീ രക്ഷപ്പെടണം, നീ നല്ലപോലെ ജീവിക്കണം, നീ പഠിക്കണം, നീ ജയിക്കണം എന്ന് പറയാണ്. അങ്ങനത്തെ ഉമ്മമാരാണ്. ആ ഉമ്മ മണ്ണ് മൂടുന്നത് വരെ ആ മകൻ നോക്കി നിൽക്കാണ്. സഹിക്കാൻ പറ്റുമോ? മണ്ണ് ഇവിടെ എത്തി, മോനോട് ഇങ്ങനെ പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അവൻ ചൊല്ലിക്കൊടുക്കാണ്. മണ്ണ് ഇവിടെ എത്തി. ആ ഒരു നിമിഷം കൊണ്ട് മരണവും ഖബറിടവും തയ്യാറായ മരണം, മണ്ണിന്റെ അടിയിലേക്ക് പോയ മരണം. മരിക്കുന്നതിന്റെ മുമ്പ് അവനോട് സംസാരിച്ചു കൊണ്ട് മരണപ്പെട്ട ഒരുപാട് ഉമ്മമാർ. സഹിക്കാൻ പറ്റുമോ? ഉമ്മമാരെ വേദനിപ്പിക്കുന്ന ഒരു മനുഷ്യരും രക്ഷപ്പെടൂല. അതുകൊണ്ട് പറയുന്നു, ഫോണുകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് എത്ര വലിയ ആളുകളായിക്കോട്ടെ, എത്ര വലിയ കോടീശ്വരനായിക്കോട്ടെ, ആ പാവം ഉമ്മ പ്രസവിച്ചത് കൊണ്ടാണോ? ആ പാവം ഉമ്മ പോറ്റിയത് കൊണ്ടാണ്, ആ പാവം ഉമ്മ പ്രസവിച്ചത് കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ഉണ്ടായത്. അതുകൊണ്ട് നമ്മൾ പറയും, മക്കളൊക്കെ പറയും, എനിക്ക് തിരക്കാണ്, എനിക്ക് ബിസിനസിന്റെ തിരക്കാണ്. ഭാര്യനെ വന്ന് കാണും
അല്ലെ? മക്കള് ഉമ്മനെ കാണാതിരിക്കും. ഉമ്മമാരെ ചേർത്ത് പിടിക്കുന്ന മക്കളാവട്ടെ എല്ലാ ആളുകളും. നിങ്ങൾ ഏറ്റവും വില കൊടുക്കേണ്ടത് നിങ്ങളെ ഉമ്മക്കാവട്ടെ. വിജയിക്കും, നമ്മള് നന്നായിട്ട് വിജയിക്കും. ഒരുപാട് ഏത് ഘട്ടങ്ങളിലും നമ്മൾ മുട്ടൂല. ഉമ്മമാരെ കണ്ണീര് ഭൂമി ഇല്ലാതാവും എന്നുള്ളതാണ്. ആ ഉമ്മമാരെ ചേർത്ത് പിടിക്കണം, ഉമ്മമാർക്ക് സമയം കൊടുക്കണം, കണ്ണിലേക്ക് നോക്കണം. അവരുടെ കുഞ്ഞു കുഞ്ഞു കഥകളായിരിക്കും, പറയണം, പറയട്ടെ, കേൾക്കണം. എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ട് അവരുടെ കൂടെ ഇരിക്കണം, അവരോട് കഥ പറയണം. ഒരു മനുഷ്യൻ, ഈ വന്നു കയറിയ ഓരോ പെൺകുട്ടികളും മനസ്സിലാക്കേണ്ടത് ആ എന്റെ ഭർത്താവിന്റെ ഉമ്മയാണത് എന്നാണ്. ആ ഉമ്മയാണത് എന്നാണ്. എനിക്കും അങ്ങനെ ഒരു ഉമ്മയുണ്ട്. ആ ഉമ്മയെ വന്ന ആളുകൾ എന്റെ ആങ്ങളെ കെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ആങ്ങള എന്റെ സ്വന്തം ഉമ്മയെ വേദനിപ്പിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ എന്ന് ഓരോ പെൺകുട്ടിയും ചിന്തിക്കണം. എന്നിട്ട് നിങ്ങളുടെ അമ്മയെ നിങ്ങളുടെ ഉമ്മയെ പോലെ നോക്കണം. ഒരിക്കൽ പോലും നിങ്ങളെ ഭർത്താവിനോട് തലയണ മന്ത്രം ചുമിച്ച് നിങ്ങളുടെ ഉമ്മയെയും അവരുടെ ഉമ്മയെയും മകനെയും തെറ്റിക്കാൻ നോക്കരുത്. ഉമ്മ എന്ന് പറയുന്നത് പവിത്രമാണ്. ഒറ്റപ്പെട്ടു പോകുമ്പോ ആ ഉമ്മ കരയുമ്പോ ആ ഉമ്മക്ക് ഏറ്റവും വലിയ ആശ്രയം എന്താണെന്നറിയോ? മോനെ എന്നുള്ളൊരു വിളി. ചെറുപ്പത്തിൽ വണ്ടി തട്ടാൻ പോകുമ്പോ, അല്ലെങ്കിൽ ഒന്ന് തോട്ടിച്ചാടുമ്പോ, അല്ലെങ്കിൽ ഒന്ന് കുത്തുമ്പോ, ഒന്ന് മടുമ്പ് കുത്തിപ്പോകുമ്പോ, ഒന്ന് കാല് വെച്ച് കുത്തുമ്പോ മോനെ എന്നുള്ള ഒരു വിളിയാണ് നമ്മൾ ശീലിച്ചത്, ഉമ്മമാരെല്ലാവരും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒന്ന് പറ്റുമ്പോ നമ്മൾ ഉമ്മ എന്നുള്ള വിളിയാണ് ആദ്യം നമ്മൾ വിളിക്കാറുള്ളത്. ആണോ അല്ലേ? ഉമ്മ എന്നുള്ള വിളിയാണ് ആദ്യം വിളിക്കാറുള്ളത്. ഇങ്ങനെ വിളിച്ച ഉമ്മ പക്ഷെ നമ്മൾ ജീവിതത്തിൽ മാറുമ്പോ എന്ത് ചെയ്യുന്നു? ഒരു പെൺകുട്ടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ അതിൽ നിന്നൊക്കെ മാറി, ഉമ്മ എന്നുള്ള വിളി മാറി. ഉമ്മയോടുള്ള സ്നേഹം കുറഞ്ഞു, ഉമ്മയോടുള്ള പരിപാലനം കുറഞ്ഞു, ഉമ്മക്ക് സമയം കൊടുക്കുന്നത് നിന്നോ അല്ലെ? അങ്ങനെ നിന്നു പോയാൽ ആ ഉമ്മക്ക് മോനെ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെടും. തീർച്ചയായിട്ടും ഉമ്മമാരെ സംരക്ഷണം അത് മക്കൾ നോക്കണം. ഒരു ദിവസം നമ്മൾ 6 അടി മണ്ണിലേക്ക് പോവും, അല്ലേ? 6 അടി മണ്ണിലേക്ക് പോവും, അതെല്ലാം വിട്ടിട്ട് പോവും. പക്ഷേ ഭാര്യ ഇട്ടേച്ചു പോയാലും ഭർത്താവ് ഇട്ടേച്ചു പോയാലും നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് അത് എത്ര ഉമ്മനെ വെറുപ്പിച്ചോട്ടെ, ഉമ്മനോട് എത്ര ക്രൂരത ചെയ്തോട്ടെ, ഉമ്മയെ അഗതി മന്ദിരത്തിലാക്കിക്കോട്ടെ, അഗതി മന്ദിരത്തിൽ പോയി കണ്ടാൽ പോലും ആ ഉമ്മ ചേർത്ത് പിടിച്ച ആ മക്കൾക്ക് മുത്തം കൊടുക്കും. അതാണ് ഉമ്മ. അതുപോലെ തന്നെ ഉമ്മ പറയുന്നത് കേൾക്കാനുള്ള ഒരു സമയം ഉമ്മനെ മൈൻഡ് ചെയ്യാതിരിക്കരുത്. ഭാര്യന്റെ മുമ്പിൽ വെച്ച് എനിക്ക് ഏറ്റവും വില കൽപ്പിക്കപ്പെട്ടത് എന്റെ ഉമ്മയാണെന്ന് പറഞ്ഞു കൊടുക്കണം, കാണിച്ചു കൊടുക്കണം, കാണിച്ചു കൊടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിലേ കേറി വന്ന ആ മകളും ആ ഉമ്മയെ സ്നേഹിക്കുകയുള്ളൂ, ബഹുമാനിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സ്വന്തം ഉമ്മയെ സ്നേഹിക്കുന്നത് മറ്റുള്ള ആളുകൾ കണ്ടാൽ അത് പവിത്രമാണ്. പ്രസവ വേദന, അല്ലെ? പ്രസവ വേദന അനുഭവിക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്, ആണോ അല്ലെ? അതുപോലെ തന്നെയാണ് സ്നേഹം. ഉള്ളിൽ വെക്കരുത്. ഉമ്മമാരോട് പറയാണ്, നിങ്ങൾക്ക് നിങ്ങളെ മരുമോളോട് അല്ലെങ്കിൽ മക്കൾക്ക് ഉമ്മമാരോട് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം പ്രകടിപ്പിക്കാൻ സമയം കാണണം. സ്നേഹം ഉള്ളിൽ വെച്ചിട്ടുള്ള ഒരു സ്നേഹവും വിലയില്ല. മരണമെത്തുമ്പോ നമ്മളുടെ അരികത്ത് ആളുകൾ വേണം, മക്കൾ വേണം, എല്ലാരും വേണം. പവിത്രമായിട്ട് ജീവിക്കണമെങ്കിൽ കുറ്റബോധം വരുന്ന ഒന്നും ജീവിതത്തിൽ ചെയ്യാതെ ജീവിക്കാൻ പറ്റണം. ഓക്കെ ആണോ? ഓക്കെ ആണോ? കുറ്റബോധം വരുന്ന ഒന്നും ചെയ്യരുത്. എല്ലാ ആളുകളോടും പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുക, എല്ലാ ആളുകളോടും സ്നേഹത്തോടെ സംസാരിക്കുക. ഒരാളെ പറ്റിയും കുറ്റം പറയാൻ പോവാതിരിക്കുക. നമുക്കും കുറ്റങ്ങളുണ്ട്, ഒരാളെ പറ്റിയും കുറ്റം പറയാതെ ആവുക. നമ്മുടെ ഭർത്താവിനെ താരതമ്യം ചെയ്യാതിരിക്കുക, മനസ്സിലായോ? നമ്മുടെ ഭാര്യയെ താരതമ്യം ചെയ്യാതിരിക്കുക. താരതമ്യം ചെയ്യാൻ പാടില്ലാത്തതാണ്. നമ്മുടെ ഭാര്യക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവും, നമ്മുടെ ഭർത്താവിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവും. ആ ഗുണങ്ങൾ കാണാൻ ഒരൊറ്റ ആളെ ജീവിതത്തിൽ വരും. അതാരാണ്? ഭാര്യ, അല്ലെ? അല്ലാതെ അപ്പുറത്താളെ ഭാര്യയല്ല വരേണ്ടത്, നിങ്ങൾ വരണം. നിങ്ങളുടെ ഭർത്താവിന്റെ സുഖങ്ങൾ, നിങ്ങളുടെ ഭർത്താവിന്റെ മേന്മകൾ, നിങ്ങളുടെ ഭർത്താവിന്റെ നന്മകൾ, ഇതൊക്കെ കാണാൻ ആര് വരണം? നിങ്ങൾ കാണണം. ഒത്തിരി നേരം സംസാരിക്കാൻ, നമ്മളെ മനസ്സിലാക്കാൻ, നമ്മുടെ കൈകൾ പിടിച്ച് അരികത്തിരിക്കാൻ
ഒരാള് വേണം നമുക്ക്. അയാളാണ് നമ്മുടെ ജീവിതത്തിന്റെ എനർജി, ജീവിതത്തിന്റെ ഇൻസ്പിറേഷൻ, ജീവിതത്തിന്റെ ഗഡ്സ്, ജീവിതത്തിന്റെ ധൈര്യം, സത്യത്തിന്റെ അതുപോലെ തന്നെ നീതിയുടെ സമത്വത്തിന്റെ ഉത്തുംഗ സോപാനത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തി 23 വർഷം കൊണ്ട് അക്ഷരവൈരികളെ നക്ഷത്ര തുല്യരാക്കി മാറ്റിയ ലോകത്തിന്റെ പ്രവാചകൻ അല്ലെ, ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം. അതിന്റെ ഈ ഒരു ഓരത്ത് ചേർന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി കുടുംബം നന്നാവുക, കുടുംബത്തിന്റെ ഭദ്രത കെട്ടിപ്പടുക്കുക എന്നുള്ള വിഷയത്തില് നമ്മൾ എല്ലാവരും ഇരുന്നു, നമുക്ക് വേണ്ടിയിട്ട് അല്ലെ, നമുക്ക് വേണ്ടിയിട്ട് ഇരുന്നു. തീർച്ചയായിട്ടും വളരെ വലിയ സന്തോഷം, നല്ല മാറ്റങ്ങൾ ഈ ക്ലാസ് കേട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനത്തെ കുറെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. നിങ്ങൾക്ക് കേൾക്കണം, കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ ഷെഫീഖ് എളേറ്റിൽ ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ മതി. സെർച്ച് ചെയ്തോളൂ, ഫോൺ ഉണ്ടെങ്കിൽ ഷെഫീഖ് എളേറ്റിൽ ഒഫീഷ്യൽ, എന്നിട്ട് അവിടെ ഒരു ഫോളോ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും, അതിങ്ങനെ അങ്ങ് കുത്തി കൊടുക്കാം. അപ്പൊ ഉഷാറായിട്ട് നിങ്ങൾക്ക് എന്റെ വീഡിയോകളൊക്കെ വരും കേട്ടോ. ഷെഫീഖ് എളേറ്റിൽ ഒഫീഷ്യൽ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.